ചരിത്ര സംഭവങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന് ഈ പള്ളിയാണ്. ഈ പള്ളിയുടെ പേര്, ബദറിലെ ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ അരീസ എന്നാണ്. എങ്ങനെയാണ് ഈ മസ്ജിദുൽ അരീസ ഉണ്ടായത്? സയ്യിദുനാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം മദീനയിൽ നിന്ന് 313 സഹാബത്തിനെയുമായി ഇങ്ങോട്ട് വരികയാണ്. അവര് 16-ന്റെ രാത്രി വൈകുന്നേരമാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ 16-ന്റെ നോമ്പ് നോച്ചിട്ടുണ്ട്. ഹിജ്റ 2-ാം വർഷമാണ് ഈ റമദാൻ, പരിശുദ്ധമായ റമദാൻ. ഹിജ്റ 2-ാം വർഷം. ആ വർഷത്തിലാണ് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ആ യുദ്ധം നടക്കുന്ന വർഷത്തിലാണ്, ഹിജ്റ 2-ാം വർഷത്തിലാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധം. അപ്പൊ 1 മുതൽ നോമ്പ് വെച്ചിട്ട് 16-ാമത്തെ നോമ്പ് ആകെ 10 നോമ്പ് വെച്ചാൽ എത്രയാണ്? 17. നമ്മളെത്ര നോമ്പ് വെച്ചു? അള്ളാന്റെ അടുത്ത് വലിയ ദറജുള്ള ആളുകൾ നമ്മളാണ്, ഓരാണ്. നമ്മളെത്ര നോമ്പ് വെച്ചാണ്? 10 ആകെ നോച്ചത് 17 നോമ്പ്. 16-ാമത്തെ നോമ്പ് ഇവിടെ ഹൈമയാണ്. ആ ബസ് നിർത്തിയ സ്ഥലത്ത് ടെന്റായി. ആ ടെന്റിലാണ് 10 ഒന്ന് താമസിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ 313 ആളുകൾ. റസൂലുള്ളാഹിക്ക് സഹാബാക്കളിൽ ഒരാള് പ്രത്യേക അന്നത്തെ സൗകര്യമുള്ള ഒരു കിടക്ക. അപ്പൊ റസൂൽ പറഞ്ഞാൽ എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളെ മാതിരി ഒരാളാണ്, ഞാനും ബദരീങ്ങളിൽ 1-ാമത്തെ ആളാണ്, അതുകൊണ്ട് എനിക്ക് ആ സൗകര്യമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു കിണറുണ്ടായില്ല. ആ കിണർ ബദർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന സഹാബിയുടെ കിണറാണ്. അയാളെ പേരിലാണ്, ആ കിണറിന്റെ പേരിലാണ്, ആ ബദർ ഇബ്നു ഹാരിസ് എന്ന ആളെ പേരിലാണ് ബദർ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ബദർ എന്നുള്ള പേര് ഇവിടെ വരാൻ കാരണം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 313 സഹാബത്ത് ഇവിടെ വന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർക്ക് കൊടുത്ത നിർദ്ദേശം എന്താ അറിയാം? നിങ്ങൾ ദ്വാരത്തോട് നേരം വെളുക്കുന്നവരെ വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ കുറച്ചു നേരമൊക്കെ ദ്വാരം പിന്നെ ഓല ഉറക്കി ഇറങ്ങിപ്പോയി. ഓലെന്താണ് കണക്കാക്കിയത്? റസൂലുണ്ടല്ലോ എന്ന്. നാളെ യുദ്ധം നടക്കുകയാണെങ്കിൽ ആരുണ്ടല്ലോ? റസൂൽ. ഞങ്ങൾക്കൊരു പേടി പഠിച്ചതിന്റെ ആവശ്യമില്ല. ഒരു വേറൊരു പരിപാടി, ഒരു അഭ്യാസം, ഒരു കളരിപ്പയറ്റോ, ഒരു പരിശീലനോ, ഒരായുധം എടുത്തുകാട്ട് ഇങ്ങനെ വീശി കളിക്കലോ ഒന്നും ഓര് നടത്തിയിട്ടില്ല. ഓലെടുത്ത ഒറ്റ ഒരായുധം. എന്താണ് ആയുധം? ഈമാൻ എന്ന് പറയുന്ന ബലിഷ്ഠമായ ഈമാൻ. പിന്നെ റസൂലുള്ളാഹിനെ എല്ലാത്തിനും റസൂല് മദീന ഞങ്ങൾ ജയിക്കുന്നുള്ള വിശ്വാസം. പക്ഷെ റസൂലുള്ളാഹിക്ക് ഉറക്ക് വരുമോ? സഹാബത്ത് യാത്രയുടെ ക്ഷീണം, നോമ്പിന്റെ ക്ഷീണം, അവർക്ക് ഉറക്ക് വന്ന് അവരവിടെ ഉറങ്ങിപ്പോയി. പക്ഷെ റസൂലുള്ളാഹിക്ക് ഉറക്ക് വരില്ലല്ലോ. നായകൻ ആരാണ്? സയ്യിദുനാ റസൂൽ. നേരം വെളുക്കുന്നത് വരെ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹിനോട് ദ്വാരക്കാണ്. പഠിച്ചവനെ, നാളെ നേരം വെളുക്കുമ്പോ ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്, ഈമാനും കുഫറും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടത്തിൽ ഇസ്ലാമിന് വിജയം ലഭിച്ചിട്ടില്ലെങ്കിൽ റബ്ബേ, നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ഒരാളും ഇത് ഇവിടെ തീരുമാനം കൽപ്പിക്കുന്ന യുദ്ധമാണ്. ഇത് സാധാരണ ഒന്നല്ല. ഇതെന്താണ്? ഹക്കും ബാത്തിലും വേർതിരിക്കണേ, ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിക്കുന്ന യുദ്ധമാണ്. അതുകൊണ്ട് പഠിച്ചവനെ വിജയം തരണം. ആ പ്രാർത്ഥനയുടെ വിജയമാണ്. ദീർഘമായ ചരിത്രമാണ്. മദീനത്ത് നിന്ന് ലംലം പോയ കഥ ഉണ്ട്, അബൂ സുഫിയാന്റെ കച്ചവടക്കാര് പോയ കഥ ഉണ്ട്. ഇതൊക്കെയാണ് കാരണം. യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താ? അബൂ സുഫിയാന്റെ സംഘം മുസ്ലിമീങ്ങളെ മുതലെടുത്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി ആയുധവുമായി വന്നു. അത് തടയാൻ റസൂലുള്ള സഹാബത്തിനെ ഏൽപ്പിച്ചു. പക്ഷേ അവിടെയാണ് ലംലം മക്കത്തേക്ക് പോണത്, മക്കത്തുള്ള ആളുകളെ ഹാലടിച്ചു വിടുന്നതും. അവര് അബൂജാഹിലിന്റെ നേതൃത്വത്തിൽ 1000-ലധികം വരുന്ന ശത്രുക്കൾ, 1300 ആളുകൾ, 300 ആളുകൾ ജുഹഫയിൽ നിന്ന് മടങ്ങി. പിന്നെ 1000 ആളുകൾ ഇതാ ഈ മലയുടെ ഈ തായ് ഭാഗത്ത് വന്ന് അവർ കള്ള് കുടിച്ച് ഒട്ടകത്തിന്റെ മാംസം കഴിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പം ബദരീകളായ മഹാന്മാരായ സഹാബത്ത് ഇവിടെ എത്തുന്നതിന് മുമ്പ് ഓല അവിടെ വന്നിട്ട് എന്താക്കുന്നുണ്ട്? കള്ള് കുടിച്ച് കൂത്താടി 17-ന്റെ പ്രഭാതം പുലരി വന്നു. 17 എന്നാൽ റമദാൻ 17 നോമ്പ് നോച്ചിട്ടുണ്ട്. തലേന്ന് നോമ്പ് വെച്ച് നോമ്പ് തുറന്നത് ഇവിടുന്നാണ്. എന്താ ഓലെ നോൽക്കാൻ? അത്രയും പട്ടിണി പാവങ്ങളായ സഹാബത്താണ് ഇവിടെ വന്നുകൊണ്ട് ഈ രണഭൂമിയിൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി.
റസൂലുള്ളാഹിന്റെ ദുആ ഫലിച്ചു. അല്ലാഹു തആല അറിയിച്ചു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, നബിയെ പേടിക്കേണ്ട, അല്ലാഹുവിന്റെ സഹായം സുനിശ്ചിതമാണ്, അല്ലാഹുവിന്റെ സഹായം അടുത്തുണ്ട്. പിറ്റേന്ന് നേരം കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്തുകൾ അണിനിരക്കുന്നു. ശത്രുക്കൾ അതാ അവിടെ നിന്ന് ഇരച്ചു വരുന്നു. മുസ്ലിമീങ്ങൾക്ക് ഇവിടെ ഹൗദ് തകൃതയായി ഉണ്ടാകുന്നു. ആ ഹൗദിന്റെ കാവൽക്കാരനായി സയ്യിദുന അസദുല്ലാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. അബൂജഹൽ ഓടി വന്നിട്ട് ഒരൊറ്റ പ്രഖ്യാപനം, ആരാണ് മുസ്ലിമീങ്ങളെ ഹൗദിൽ നിന്ന് വെള്ളം കൊണ്ടുവരിക? മുസ്ലിമീങ്ങളെ ഹൗദിൽ നിന്ന് വെള്ളം ആരാണ്? അയാൾക്ക് ഞാൻ അത് തരാം, ഇത് തരാം. അപ്പൊ ഒരാൾ എണീച്ചു, അസ്വദ് എന്ന് പറഞ്ഞ ആളെ എണീച്ചു, ഞാൻ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം. ഒന്നുകിൽ ഞാൻ മുസ്ലിമീങ്ങളെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ ആ ഹൗദിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ ഹൗദ് പൊളിക്കും, അല്ലെങ്കിൽ ഞാൻ ഹൗദിൽ നിന്ന് മരിക്കും. അവിടെ വെച്ചിട്ട് എന്തായാലും ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് വന്ന ആളാണ് ആര്? അസ്വദ് വന്നതേ അറിഞ്ഞിട്ടുള്ളൂ. മഹാനായ സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അസ്വദിന്റെ വരവ് നോക്കി ഒരൊറ്റ ചോദ്യമാണ്, ആരാ മുസൽമാന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിപ്പിക്കാൻ തയ്യാറുള്ളത്? ഞാനൊന്ന് കാണട്ടെ. വമ്പുച്ച ഹംസ റളിയല്ലാഹു ചാടി, അല്ലേ? പാട്ടൊക്കെ നമുക്കറിയില്ലേ? മഹാനായ ഹംസ റളിയല്ലാഹു ഒറ്റ ചാട്ട, ആരാ മുസൽമാന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ? ഞാനൊന്ന് കാണട്ടെ. അസ്വദ് വരുന്നു, ഹംസ റളിയല്ലാഹു അൻഹു ഒറ്റ ചാട്ടം അസ്വദിനെ വെട്ടുന്നു. അസ്വദ് ഹൗദിൽ വീഴുന്നു, അവിടെ വീണ്. പക്ഷെ പിന്നെയോ മെല്ലെ എണീച്ച് യുദ്ധത്തിനൊരുങ്ങി. ശക്തമായ യുദ്ധം അന്തരീക്ഷത്തിൽ കരിയില പരത്തുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അതിശക്തമായ പോരാട്ടം നടത്തുന്നു. വെട്ടേറ്റ് അസ്വദ് രണ്ട് കഷ്ണമായി ഹൗദിൽ പിളർന്നു വീഴുകയാണ്. അതോടുകൂടെ ശത്രുക്കൾക്ക് ഹാലനല്ല. അബൂജഹലിനെ നോക്കി നിൽക്കുന്നു രണ്ട് കുട്ടികൾ, യുവാക്കളായ രണ്ട്. ഓരോട് യുദ്ധത്തിന് പോരരുതെന്ന് റസൂൽ പറഞ്ഞതാണ്. മുഅവ്വിദ് മുആദ് അവര് നോക്കി നിൽക്കുന്നത് അബൂജഹൽ എവിടെ, അവന്റെ തലയെടുക്കണം, അവന്റെ ലക്ഷ്യമതാണ്. ആ രണ്ട് യുവാക്കളായ ചെറുപ്പക്കാർ ഓടി ചെന്നുകൊണ്ട് അബൂജഹലിന്റെ താടിയിൽ പിടിച്ചവനെ മറിച്ച് തള്ളിലിട്ടു, നിലത്തേക്കിട്ടു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മൂർച്ചയേറിയ വാളുമായി അബൂജഹലിന്റെ അടുത്തേക്ക് ഓടിയെടുത്തിട്ട് അവന്റെ തല വേറെ, ഉടല് വേറെ. ഒരു തലയിൽ ആ തല നല്ല ഭാരമുണ്ട്, വലിയ മനുഷ്യനാ അബൂജഹൽ. അവന്റെ ഭാരമുള്ള തല കാതിലൂടെ ഒരു പാന്തം കൊളുത്ത് വലിച്ചിട്ട് തല വലിച്ചിട്ട് ഇലാ ഹദറത്ത് റസൂലില്ലാഹ് ഹാദാ റഅ്സു റഈസുൽ അഅദാ, നബിയെ ഇത് ശത്രുക്കളെ നേതാവിന്റെ തലയാണ്, ഇത് ശത്രുക്കളെ നേതാവിന്റെ. നബി അത്ഭുതപ്പെട്ടു, എത്ര പെട്ടെന്ന് ഓരോന്ന് നടക്കുന്നത്. ബദറിൽ ആരാ ഇറങ്ങിയത്? വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നോക്കൂ, ഇവിടെ ആ ബദറിന്റെ ചരിത്രം എഴുതി ചെറിയ ഷോട്ടായി. അല്ലാഹുവിന്റെ സഹായം 5000-ഓളം മലക്കുകൾ പറന്നിറങ്ങി. ഹംസ റളിയല്ലാഹു അൻഹു വെട്ടുമ്പോൾ അബൂജഹലിന്റെ ഉത്ബയെയും ഷൈബയെയും വലീദിനെയും അവരൊക്കെ തല പോവുകയാണ്. ബഹുമാനപ്പെട്ട സഹാബത്ത് അവര് വാളെ എടുക്കേണ്ട ആവശ്യമുള്ള അപ്പോഴേക്കും വലിയ വലിയ കൊലവമ്പന്മാരെ തല അബൂജഹൽ വീണു. ഇവിടെ വീണു. തല റസൂലുള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ച ആളാണ് ചുണക്കുട്ടിയായ ധീരനായ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ആ ചെഞ്ചായം അണിയിച്ച ഭൂമിയാണ് ഈ ബദറിന്റെ ഈ ഭൂമി. അവിടെ വെച്ചുകൊണ്ടാണ് അബൂജഹലിന്റെയും ഉത്ബയുടെയും ഷൈബയുടെയും വലീദിന്റെയും തലയെടുത്തത്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് 70 ശത്രുക്കൾ ഇവിടെ മുസ്ലിമീങ്ങളുടെ അതിശക്തമായ പോരാട്ടം കൊണ്ട് അവർ അവിടെ വീഴുകയാണ്. മുസ്ലിമീങ്ങളിൽ വെറും 14 പേർ രക്തസാക്ഷികളാവുകയാണ്. ആ 14 ആളുകളെ ഖബറാണ് നമ്മൾ സിയാറത്ത് ചെയ്തത്. 70ഓളം വരുന്ന ശത്രുക്കളെ വലിച്ചു കൊണ്ടുപോയി അവിടെയുള്ള ഒരു പൊട്ടൻ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്. അവിടെ കാണുന്ന ലൈറ്റുള്ള സ്ഥലത്ത് ഒരു പൊട്ടൻ കിണറ്റുണ്ട്. ആ പൊട്ടൻ കിണറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ എല്ലാവരും അബൂജഹൽ അടക്കമുള്ള ആളുകൾ അവിടെ ഒഴിച്ചു മൂടി. മനസ്സിലായോ? മുസൽമാന്റെ ഹൗദ് ഇന്നും അതൊരു പ്രതീകാത്മകമായി ഇന്നും നിങ്ങൾക്ക് കാണാം. ചരിത്രം ദീർഘമാണ്. ബദരീങ്ങൾക്കുള്ള അത്ര സ്ഥാനം മറ്റാർക്കില്ല. അല്ലാഹു വലിയ അമ്പിയാക്കൾ കഴിഞ്ഞാൽ വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ പോരിശ എത്ര പറഞ്ഞാലും തീരില്ല. അവർ ഈമാൻ കൊണ്ടാണ് വിജയിച്ചത്. ശത്രു എങ്ങനെ വന്നാലും ഈമാൻ ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ബദർ. അല്ലാഹുവിന്റെ സഹായം ആരുടെ കൂടെയാണ്? വിശ്വാസികളുടെ. വന്നാലും ഏത് പാശ്ചാത്യ അതിശാദി ശക്തികൾ വന്നാലും, ഏത് നെതന്യാഹു വന്നാലും, ഏത് ട്രംപ് വന്നാലും അവന്റെ മുമ്പിൽ ഇസ്ലാമിന് ഈമാനിന്റെ ബലിഷ്ഠമായ ഈമാൻ അവിടെ ഒന്നുകൊണ്ട്
വിജയിക്കാൻ സാധിക്കുമെന്നാണ് ബദർ നമുക്ക് പാഠം. ആ ബദറിൽ അന്ന് മുസ്ലിമീങ്ങൾ വിജയിച്ചത് കൊണ്ടാണ് ലോകത്ത് നിന്ന് നാം കാണുന്ന നവജാഗരണ പ്രവർത്തനങ്ങൾ, താജ്മഹലും കുത്തബ് മിനാറും ചെങ്കോട്ടയും മുസ്ലിമീങ്ങളുടെ വളർച്ചക്കൊക്കെ കാരണം. ഇന്നിപ്പോ ഇന്ത്യയിൽ പോയാൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിൽ കാണണ്ട മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ സ്മാരകം. അതെല്ലാ സ്ഥലത്ത് പോയാലും അങ്ങനെ. അതിന് കാരണം എന്താണ്? ലോകത്ത് മുസ്ലിങ്ങളില്ലാത്ത നാടുകൾ. അമേരിക്കയിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടന്റെ മൂക്കിന് താഴെ, ബ്രിട്ടീഷുകാരന്റെ മൂക്കിന് താഴെ എന്തുണ്ട്? മുസ്ലിമീങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിൽ ഈ വിജയമൊന്നും നമ്മൾ മുസ്ലിങ്ങളിൽ പള്ളി അല്ലാഹു ആ ഈമാൻ നമുക്ക് തരട്ടെ. ആ ഭജനങ്ങളെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ഒന്ന് ഈ ഹൗദാണ്. മറ്റൊന്ന് കാണാനും പോകാനും ഇപ്പോൾ നടക്കില്ല. ഇതാണ് ചരിത്രഭൂമി. ഈ ബദറിൽ ഹൗദ് ഹംസ റളിയല്ലാഹു അൻഹു ശത്രുവിനെ വെട്ടിവീഴ്ത്തി ഹൗദ് പ്രതീകാത്മകമായി അവിടെ ഉണ്ടാക്കി വെച്ചത്. മുമ്പത്തെ ഹൗദ് അവിടെ ഓക്കെ അത് കണ്ട് വേഗം